വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ്, ഓട്ടോ എക്സ്പോ. അപ്പോൾ 2025 എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കിണ്ണകാച്ച അടിപൊളി സംഭവങ്ങളാണ്, കണ്ണ് കണ്ടിട്ട് തള്ളി പോവാണ്. കാണിച്ചു തരാം ഇവിടുത്തെ വണ്ടികളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അടിപൊളിയാണ്, ഒരു ലെവൽ രക്ഷയില്ല. എൻ്റെ മോനെ ഏതൊരു ബൈക്ക് മോഡിഫൈഡ് ചെയ്താണ്, പക്ഷേ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഉള്ളി സാധനം അവിടെ ഫുള്ള് മഞ്ഞൾ തിരക്കൊണ്ടൊന്നും കാണില്ല. നേരത്തെ ഒരു വണ്ടി കിണ്ണൊരു ബെൻസിന് ആമിച്ച് പൊട്ടിക്കലായിരുന്നു. വണ്ടികളൊക്കെ കാണിച്ചു തരാം. ഇവിടെ സ്പേസ് കാണിച്ചു തരാം. ആ സീന് പോർഷയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളീ കാണുന്നത് പോർഷയാണ്. മോനെ അതൊരു ലോകാണ്. സ്പേസില്ലാത്തോണ്ട് കാണിക്കാൻ പറ്റണില്ല. ഒള്ളി മൈ ഡ്രീം മെക്ലാറിനാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ മോൻ ഏതൊരു വണ്ടിപ്രാന്തരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് മോനെ. ഇത് കണ്ടിട്ടില്ല. പൊളി, ഒന്നും പറയാൻ പറ്റണില്ല. തിരക്കൊണ്ട് നമുക്കൊന്നും കാണിച്ചു തരാൻ പറ്റണില്ല. പെരും തിരക്കാണ്. ഈ ഒരു ഏരിയയിൽ മാത്രം ഭയങ്കര തിരക്കാണ്. ഉള്ളു ലംബോർഗിനി, ബെൻസിന്, ആൻജ് എല്ലാം ഉണ്ട്. സെറ്റാണ്. ഈ ലംബോർഗിനി നേരത്തെ പൊട്ടിക്കലായിരുന്നു. अभी इतना भीड़ है, सेकंड अभी क्या റോൾസ് റോയ്സ് ഒരു ഔഡീൻ്റെ ഒന്ന് അപ്പോൾ ഇതാണ് 2025 ഹാരിയർ. എനിക്ക് തോന്നുന്നത് ഒരു കണ്ടിട്ട് സ്പെഷ്യൽ എഡിഷനാണ്. നമുക്കൊരു ആനേൻ്റെ ചിഹ്നമൊക്കെ കാണാം ഇവിടെ. നമ്മൾ ഹാരിയർ ഉണ്ട്, സഫാരി ഉണ്ട്, നെക്സോൺ ഉണ്ട്. മൂന്നും സെയിം കളറാണ്. റൂഫ് ടോപ്പൊക്കെ വരുന്നുണ്ട്. റൂഫ് ടോപ്പ് വെച്ചാൽ വണ്ടിക്കൊരു ഇടുപ്പൊക്കെ തോന്നുന്നുണ്ട്. അലോയ് വീല് അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് എനിക്ക് തോന്നി. സംഭവം നൈസാണ്, പൊള്ളി. എല്ലാ വണ്ടിയുമ്പോഴും നമുക്ക് ആനേൻ്റെ ഒരു ബാഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. അത് സംഭവം കൊള്ളാം. നെക്സോൺ EV ആണ് വരുന്നത്. ഇതുമ്പോൾ സഫാരിയുമേ നമുക്ക് എന്താ പറയുക, ബാർലൈറ്റൊക്കെ വരുന്നുണ്ട്. അത് കമ്പനി തന്നെ കൊടുക്കുമ്പോൾ സംഭവം നൈസാണ്. കമ്പനി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ MVDക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സംഭവം അടിപൊളിയായുണ്ട്. നല്ല രണ്ട് കുട്ടികളുണ്ടല്ലേ. സഫാരിമേലും നമുക്ക് ആനേൻ്റെ ഒരു ലോഗോ കാണാൻ പറ്റും. സഫാരിമേലും റൂഫ് ടോപ്പ് വെച്ചിട്ടുണ്ട്. സംഭവം മൂന്നും സെയിം കളറാണ് വരുന്നത്. അടിപൊളിയുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല. സംഭവം ആ പഴയ മോഡൽ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കാണിക്കാനുള്ളത്, നെക്സോണിൻ്റെ അലോയ് വീല് സെറ്റായിട്ട് നല്ല അടിപൊളി വീലാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിടുന്ന പോലത്തെ ഒരു വീല്, അലോയ് വീല് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണുമെന്നറിയില്ല, പക്ഷേ സംഭവം അടിപൊളിയുണ്ട്. നെക്സോൺ കാ വീൽ അടിപൊളിയുണ്ട്.
പിന്നെ ഇതാണ് നമ്മളെ 2025 കർവ് EV വരുന്നത്. ഒരു ഗ്രേ കളറാണ് വരുന്നത്. സംഭവം കൊള്ളാം, രസമുണ്ട്. പിന്നെ അതേപോലെ ഒരു റെഡും അല്ല, നല്ലൊരു പിങ്കും അല്ല. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പിങ്ക് പോലെ കാണുന്നുണ്ട്, പക്ഷേ റെഡല്ല പിങ്കും അല്ലാത്തൊരു കളറാണ്. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, കളർ നല്ല ഷോ ഇട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പുതിയ കളറാണെന്നാണ്. ഹാരിയറിൻ്റെ ബ്ലാക്ക് എഡിഷനാണ്. കിണ്ണ കാഴ്ച സാധനം. മേലെ ലൈറ്റ്, മേലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അലോയിന് സെറ്റ്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഐസായി പണിയെടുപ്പിക്കാൻ ആവശ്യമില്ല, പക്ഷെ അടിപൊളിയായി ചെയ്യുന്നുണ്ട്. വെച്ചോക്കെ ഹാരിയറിൻ്റെ EV വരുന്നത്. സഫാരീൻ്റെ സ്റ്റെൽത്ത് എഡിഷൻ എന്ന് പറഞ്ഞാണത്. സഫാരി സ്റ്റെൽത്ത് എഡിഷൻ. ബ്രോ, പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് എൻജിൻ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇത് 2 എഞ്ചിനാണ് തന്നെ. 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് ഗാസോലൈൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനും, പിന്നെ അതേപോലെ 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് ഫ്ലക്സ് ഫ്യൂൽ എഞ്ചിനാണ് രണ്ടെണ്ണം വരുന്നത്. ഇത് എനിക്ക് കണ്ടിട്ട് ടാറ്റേൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഇത് രണ്ട്. പിന്നെ ഇവിടെ ഒരു ടാറ്റ പഞ്ചിൻ്റെ EV കാണുന്നുണ്ട്. ഇത് നമ്മൾ കണ്ട പോലെ തന്നെ ആ സെയിം കർവ് EVൻ്റെ അതേ സെയിം കളറാണ് വരുന്നത്. ഇല്ല, മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കാം. വാ പോര്. സഫാരീൻ്റെ എയർ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെമോയിൽ വെച്ചിട്ടുള്ളത് ഇതാണ് വരുന്നത്. ഫ്രണ്ടിൽ 4 എയർ ബാഗ് വരുന്നുണ്ട്. ഇപ്പോൾ 2 ടാറ്റ ടിയാഗോ വന്നിട്ടുണ്ട്. ഇത് ടാറ്റ ടിയാഗോ EV ആണ്. ഇതിൽ യെല്ലോ അല്ല, എന്നിട്ട് വേറെ തരം അങ്ങനത്തെ ഡാർക്ക് യെല്ലോ അല്ല, കുറച്ച് വൈറ്റ് കളർന്നിട്ടുള്ള യെല്ലോ ആണ് വരുന്നത്. അതുപോലെ ബ്ലൂ ആണ്. അത് സാധാരണ നോർമൽ എഞ്ചിൻ വരുന്നത്. EV ആണ് വരുന്നത്. ടാറ്റ പഞ്ചി EVൻ്റെ 3 കളർ വന്നിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ അല്ല, ഈ കളറിൻ്റെ പേര് പോയി കറക്റ്റ് അറിയില്ല. നമ്മളെ യെല്ലോ കോസ്റ്റൊക്കെ അടിച്ചുള്ള അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. ഇവിടെ ഫുള്ള് നമ്മൾ കാണുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികളാണ്. അത് ഫുള്ള് നമ്മളെ ട്രക്കും കാര്യങ്ങളും, അതേപോലെ കാർസ്. നെക്സോൻ്റെ CNG വരുന്നൊരു ഡാർക്ക് എഡിഷനിൽ CNG വരുന്നത് വണ്ടിയാണത്. ബാക്ക് സൈഡാണ് വരുന്നത്. EV റെഡ് ആഷ് ഡാർക്ക് എന്ന് പറഞ്ഞൊരു കളറിലാണ് വരുന്നത്. എയ്സ് ഫ്ലക്സ് ഫ്യൂവലിൽ ഉള്ള ഇറക്കിയിട്ടുള്ള വണ്ടി നമ്മൾ കാണുന്നത്. ഉൾവശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം എല്ലാത്തിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാതും കാണുന്നുണ്ട്. ടാറ്റൻ്റെ പുതിയ മാഗ്ന എന്ന് പറഞ്ഞ മാഗ്ന കോച്ച് എന്ന് പറഞ്ഞ ബസ്സാണിത്. ഇത് സ്ലീപ്പർ ബസ്സാണ്. നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പോലത്തെ ബസ്സാണ് കാണുന്നത്. ഇതാണ് മാഗ്ന കോച്ചിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരും സൈസാണ്. അതേപോലെ ടാറ്റൻ്റെ EV വരുന്ന ബസ്സാണ്. ടാറ്റ ഇൻ്റർസിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ഇൻ്റർസിറ്റി EV 2.0 ആണ്. പക്ഷേ നോർമൽ ബസ്, സ്ലീപ്പറൊന്നുമല്ല. അതിൻ്റെ ഒരു മിനി വേർഷനാണ്. അൾട്രാ EV9 എന്നാണ് ഇതിൻ്റെ പേര്. टाटा वाल्याचं नाव सांगितलं तुम्हाला, तो EVला शिफ्ट झाला.
ടാറ്റ അൾട്ര EV ആണ് വരുന്നത്. അൾട്ര E12 എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഫുള്ള് EV ആയിട്ടാണ് ഇപ്പോൾ ടാറ്റ കുറേ വണ്ടി ഇറക്കണത്. അതിപ്പോൾ ലോറി ആയാലും ട്രക്കായാലും ഒക്കെ. അതിൻ്റെ ബാക്ക് വശം വരുന്നത് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പ്ലെയിനാണ്. പ്രൈമ H2 അടിപൊളി സാധനമാണ്. ഓ മോനെ, ഇതൊക്കെ കാണുമ്പോൾ കാറിനെ കാട്ടി ഇതൊക്കെ എടുക്കാൻ തോന്നുന്നത്. അമ്മാതിരി സാധനം എന്ന് പറയും. പക്ഷെ അത് ഇടുപ്പാണ് വണ്ടി കാണാൻ തന്നെ. ന്യൂ ടാറ്റ പ്രൈമ EV ആണിത് കാണുന്നത്. ഇഷ്ടംപോലെ ലോറിയൊക്കെ കാണുമ്പോൾ ട്രക്കൊക്കെ കാണുമ്പോൾ ഒന്ന് എടുത്ത് കാച്ചാൻ തോന്നുന്നുണ്ട്. സീന് സാധനങ്ങളാണൊക്കെ വേറെ ലെവലാണ്. എൻ്റെ മോനെ ടാറ്റ പ്രൈമൻ്റെ XV എന്ന് പറയുന്ന എഡിഷനാണ്. ഓ സീന് സാധനമാണ്. ഓഫ് റോഡ് പക്കം മോഡിഫൈ ഒക്കെ ചെയ്ത ഫീലാണ്. പക്ഷേ മോനത്തെ റോട്ടുമ്പോൾ കൂടെ പോകുമ്പോൾ ആരാൾ നോക്കിയിട്ട് ഞങ്ങളെ പറഞ്ഞോളൂ. ചാതി സാധനവും വേറെ ലെവലിൽ സാധനം. ഇതൊക്കെ ഒന്ന് കയ്യിലുണ്ടാക്കാൻ അവൻ ആരാണ്. ടയറൊക്കെ നോക്കാം, ടയർ സൈസൊക്കെ നോക്കാം. സീന് സാധനമാണ്. 12 വരുന്ന വണ്ടി. ടിപ്പറൊക്കെ പൊളി സാധനം. വേറെ ലെവല് സാധനമായിട്ടത്. മാസ് എന്നൊക്കെ പറഞ്ഞ എന്താണ് മാസ്? ഒരു ആന വീട്ടിൽ നിർത്തിയിരുന്ന പോലെയാണ് ഇത്. ടാറ്റ പ്രൈമയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തിയിട്ട് എന്താ പറയാ, വേറെ ലെവല്. ഇതൊക്കെ പണ്ടൊക്കെ ഓഫ് റോഡ് മോഡിഫൈ ചെയ്ത് ബമ്പറൊക്കെ നോക്കി തെറ്റ് സാധനം. ടൈം ഒരു വികാരം തന്നെ കേട്ടോ. നമ്മളീ കാണുന്ന യോധ CNG ആണ്. യോധേൻ്റെ CNG വെർഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. സാധാ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുള്ളൊരു മോട്ടറാണ്. അങ്ങനത്തെ ഒരു ഇതിൽ ഇറക്കിയുള്ളതാണ്. ഇത് ടാറ്റേൻ്റെ അസുര എന്ന് പറഞ്ഞ വെർഷനാണ്. ഇത് നമുക്ക് മാസ് ലുക്കൊന്നും തരില്ലെങ്കിലും നമ്മളെ പ്രൈമാൻ്റെ അത് വേറെ ലെവല് സാധനമാണ്. ഓ ഒരു വിഷയമാണ്. പിന്നെ അതേപോലെ അപ്പുറത്ത് വേറെ ഒന്നും വരുന്നുണ്ട്. ഇത് പ്രൈമൻ്റെ VX ആണ് വരുന്നത്. VX നമ്മൾ നോർമലി കാണുമ്പോൾ ഒരു ഇതാണ്. ഓക്കെ.